അപ്പോൾ യാത്രയുടെ ആരംഭിക്കാൻ പോകുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലംസ് ഓഫ് കാവ്യ. ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഔട്ടിംഗ് എന്ന് പറയണോ, കുറച്ച് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ വരത്തില്ലേ? പോവാം. ആദ്യം തന്നെ ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാനാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ എന്തോ ഭയങ്കര വെയിൽ, നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ഇപ്പോഴത്തെ സൈക്കോ കാലാവസ്ഥ, ഇപ്പോൾ പകൽ നല്ല വെയിലാണെങ്കിൽ രാത്രി നല്ല തണുപ്പായിരിക്കും. അതാണ് അവസ്ഥ. സോ നട്ട വെയിലുള്ള ഈ പശ്ചാത്തലത്തിൽ ഐസ്ക്രീം കുടിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയത് കൊണ്ട് ഞാനും അമ്മയും ഐസ്ക്രീം കുടിക്കാൻ കയറി. സത്യം പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞങ്ങൾ 2 പേർക്കും നല്ല തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ശുഭം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ദിയയുടെ വീട്ടിലാണ്. സർപ്രൈസ് ഒന്നുമില്ല, കാരണം എനിക്ക് വഴിയൊരു സംശയം വന്നിട്ട് നേരത്തെ അവളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യം അവൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ നിൽക്കുന്ന അങ്ങനെ നമ്മൾ ദിയയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന വെട്ടുകാടാണ്. കഴിഞ്ഞിട്ട് കുറച്ച് മാസമേ ആയുള്ളൂ. അപ്പോഴത്തേക്കും എന്നാലും ഇത്രയും നിങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എന്നും കാണുമല്ലോ. അപ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് നാൾ കാണാതിരുന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ വീട്ടിൽ വെച്ച് കുറച്ച് വ്ളോഗൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ കുറച്ച് ഇൻവെർട്ടർ ടൈപ്പ് ആയതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി, കാരണം ഇനി 2-3 സ്ഥലത്തൂടെ പോകാനുണ്ടേ. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി വെട്ടുകാടാണ് പോകാൻ പോകുന്നത്. നല്ല വെയിലില്ല, അതുകൊണ്ട് ഇനി ബസ്സൊന്നും കയറി ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. ഊബർ ബൈ പെട്ടെന്ന് തന്നെ വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഊബറിൽ കയറി വെട്ടുകാടേക്ക് യാത്രയായി. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 4 മാസമായെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസം ആവുന്നുള്ളൂ കേട്ടോ. ഇതിനിടയിൽ സിറ്റിയിൽ വരേണ്ട പല ആവശ്യങ്ങളുണ്ടായിട്ടും ഇതുപോലെ കറങ്ങാൻ വരാൻ സാധിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് സിറ്റിയിലോട്ടൊന്ന് കറങ്ങാൻ വരാനുള്ളൊരു ചാൻസ് കിട്ടിയത്. ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാനും പോകാനും ഒക്കെ സത്യം പറഞ്ഞാൽ സൗകര്യമുള്ളത് ഓട്ടോ തന്നെയാണ്. ബസ്സാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടത്തില്ല. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2 ട്രെയിൻ പോകാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കുറേ നേരം ഗേറ്റ് അടച്ചിട്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ സ്റ്റക്കായി കുറേ നേരം നിൽക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഈ ഓട്ടോയിൽ പോകുന്നത് ഒരു വൈബൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വെട്ടുകാട് പള്ളി എത്തി. വെട്ടുകാട് പള്ളി അഥവാ മാദ്രേ ദേവൂസ് ദേവാലയം എന്നാണ് ഈ ഒരു ചർച്ച് അറിയപ്പെടുന്നത്. ഈ ഒരു ചർച്ച് പുതുക്കി പണി കഴിപ്പിച്ചിട്ട് കുറച്ച് വർഷം ആവുന്നുള്ളൂ. പക്ഷേ പഴയ പള്ളി ഉണ്ടല്ലോ, പഴയ പള്ളി ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഈ ഒരു ചർച്ച് കാണാൻ ഏകദേശം റോമിലൊക്കെയുള്ള ചർച്ചുകളുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പള്ളിയുടെ ഏത് വശം നമ്മൾ നിന്നാലും അത് അതിൻ്റെ ഫ്രണ്ട് സൈഡാണെന്നേ തോന്നും. പള്ളിയൊക്കെ പുതുക്കി പണി കഴിപ്പിച്ചിട്ടും മാറ്റുന്നതായിട്ട് ഒരൊറ്റ സംഭവമുള്ള കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്റ്റാച്ചു ആണ്. ക്രിസ്തു രാജാവിൻ്റെ ഈ ഒരു സ്റ്റാച്ചു എന്തായാലും എങ്ങനെ നോക്കിയാലും ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കം കാണും. ആയാലും കേരളത്തിലെ പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ വെട്ടുകാട് ദേവാലയം. ഇവിടുന്ന് ശംഖുമുഖം ബീച്ചിലോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. നല്ല നട്ടുച്ച നേരത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം നല്ല വെയിലുണ്ട്. എന്തായാലും ഈ ചർച്ചിനകത്ത് കയറിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇതിനകത്ത് നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ചർച്ചിലൊക്കെ പോവുകയാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം നമുക്ക് നല്ലൊരു ആശ്വാസവും നല്ലൊരു നമ്പർ 1 മെഡിറ്റേഷൻ സെൻ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ചർച്ചുകളൊക്കെ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സൊരു ആശ്വാസമാണ്. എന്തായാലും ഈ ആഴ്ത്താരയിൽ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്ന ഏത് മനസ്സും കാമായിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടും. ഈ പുതിയ പള്ളിയുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലായിരുന്നാലും ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും അവിടെ കാണും ഒരു എന്തെങ്കിലും സ്പെഷ്യൽ. നേരത്തെ പറയാൻ മറന്നുപോയോന്നറിയത്തില്ല, ദൂരെ അങ്ങോട്ട് നോക്കിക്കേ, ആ കാണുന്നത് കടലാണ് കേട്ടോ. ഈ പള്ളിയുടെ ബാക്ക് സൈഡ് ഫുള്ള് കടലാണ്. ഇത് ആ പള്ളിയുടെ സൈഡിലുള്ളൊരു ചാപ്പലാണ്. ഇതൊരു ഗുഹാ മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതൊരു മിനി മ്യൂസിയം ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു ചർച്ച്, ഒരു മെഡിറ്റേഷൻ മറ്റേ കുർബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കില്ലേ, ആ അരുളിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ഒരു 5 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ബൈബിളിലുള്ള മോശ ചെങ്കടൽ വിഭജിക്കുന്ന ഒരു ഭാഗം, ആ സംഭവം അവർ 3Dയിലൊരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു ഹാർട്ടിൽ ഇടയ്ക്ക് മിറർ വെച്ചിട്ടുള്ളത്. ആ സംഭവം എന്താ, ജീസസിൻ്റെ ഹാർട്ടിൽ നമുക്ക് സ്ഥാനമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇത് ഫുൾ എയർ കണ്ടീഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലിൽ നിന്ന് അത്രയും പൊള്ളുന്ന ചൂടിൽ നിന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ
നമ്മുടെ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ഒരു പ്രത്യേക ആശ്വാസം തന്നെയാണ്. ഇങ്ങനെ ഇടനാഴികളിലൂടെയൊക്കെ നടന്ന് നമ്മൾ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ചാപ്പൽ, ഒരു മിനി ചർച്ച് തന്നെ ഇതിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിരിക്കുമ്പോഴും വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് കണ്ടോ, നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരാളെ കടത്തിയിരിക്കുന്നത് പോലെ ഒരു നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. ജസ്റ്റ് ആ ചമ്മട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ആണി കൊണ്ടാണ് ജീസസിൻ്റെ കൈയൊക്കെ തറച്ച് ഇങ്ങനത്തെ മുൾക്കിരീടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനി നിങ്ങൾ വരികയാണെങ്കിൽ കാണാൻ മറക്കണ്ട. ഈ പള്ളിയുടെ സൈഡിലുള്ള ഈ ഒരു ചെറിയൊരു ഇങ്ങനെ ഇരിക്കുന്ന ഈ ചാപ്പലാണ്. പിന്നെ ഇവിടെ നമ്മളെ ചപ്പലൊക്കെ ഇവിടെ ഇങ്ങനെ വച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ കേട്ടോ. അതിൻ്റെ അകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കൂടാ. ഇനി നമുക്ക് ഈ ബുക്ക് സ്റ്റോളിൽ കൂടെ കയറാം. ഇവിടെ ഒരുമാതിരിപ്പെട്ട യേശുവിൻ്റെ സ്വരൂപങ്ങളും ജപമാല ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൈബിള്, ജപമാല, മെഴുകുതിരി, ക്രിസ്തീയ പുസ്തകങ്ങൾ, രൂപങ്ങൾ എന്നിവയെല്ലാം ഈ ക്രിസ്റ്റ് ദ കിങ് ബുക്ക് സ്റ്റോളിൽ കിട്ടും. ഇത് 80 രൂപയുള്ള കേട്ടോ. കത്തുന്നില്ലേ? എന്തൊക്കെ വെറൈറ്റീസ് അല്ലേ. ഇവിടെ ചില സമയങ്ങളിൽ വൈദികൻ നമ്മളെ തലയിൽ തൊട്ട് ആശീർവദിക്കാറുണ്ട് കേട്ടോ. ഇന്നെന്തായാലും അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ നമ്മൾ വെട്ട് കടന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ചെസ് നമ്പർ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ലുലു മാളിലോട്ടാണ് ഗൈസ്. ഇവിടെയും ഞാൻ വന്നിട്ട് കുറേ നാളായി. ഇന്നിവിടെ മൂവിയുടെ പ്രമോഷൻ എന്തോ വൈകിട്ടുണ്ട്. അതിൻ്റെ സംഭവമാണ് ഈ കാണുന്നത്. പ്രകമ്പന മൂവിയുടെ പ്രമോഷനാട്ടോ, ഗണപതിയൊക്കെയുള്ള. അങ്ങനെ ആദ്യം തന്നെ ഫുഡ് കോർട്ടിലോട്ടാണ് വച്ച് പിടിച്ചത്. കാരണം ഉച്ച കഴിഞ്ഞു, വിശന്നാണെങ്കിൽ വയറ് കരിയാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഈ നേരം നമ്മൾ വരികയാണെങ്കിൽ KFCയിലൊക്കെ ഒട്ടുക്കത്തെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനും പിന്നെ പിzzയും കൂടെ ഓർഡർ ചെയ്തിട്ടോ. വിശന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും അതിന് അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. എനിക്കെന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനാണ് ഓർഡർ ചെയ്യാൻ പോയത്. ഡൊമിനോസിൽ നിന്ന് പിസ്സ ഞാനാണ് ഓർഡർ ചെയ്തത്. അമ്മയാണ് പിക്കപ്പ് ചെയ്യാൻ പോയത്. അമ്മ എടുക്കാൻ പോയപ്പോഴത്തേനും അമ്മ ബില്ല് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളാണെങ്കിൽ വേറെ ആളോട് സംസാരിച്ചോണ്ട് സംഭവം ഈ ബില്ല് ചുരുട്ടി അത് കയ്യിൽ നിന്ന് പോയി. അയാള് നിങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചത് അമ്മയുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു. ബില്ല് എവിടെ. പിന്നെ അവസാനം അമ്മ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോ ബില്ല് കിട്ടിയിടും. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഈ പിസ്സ കയ്യിൽ കിട്ടിയത്. എന്തായാലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പായം തല്ലാണ് എനിക്ക് കിട്ടിയ, ഞാൻ അവിടെ ഫ്ലാറ്റാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തു. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൊണ്ടുള്ള ഏക ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള മെമ്മറീസൊക്കെ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് പോവാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറി കേട്ടോ. ഇവിടെയാണെങ്കിൽ മിക്കതും 50% ഓഫറും നല്ല സെയിലും നടക്കുന്നുണ്ട്. അപ്പോഴത്തേനും എന്തായാലും കയറി കുറച്ച് കമ്മലും മാലയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്നാലും നല്ല കളക്ഷൻ കേട്ടോ. മറ്റേ ചന്ദനമഴയിൽ ഊർമിള ദേവി ഇടുന്ന കണക്കിനുള്ള ഒത്തിരി കമ്മലുകൾ ഇവിടെ കിടക്കുന്ന കണ്ടു. ഞങ്ങൾ കുറച്ച് സാധനമേ വാങ്ങിച്ചുള്ളൂ, കണ്ടില്ലേ. ഇത്ര കുറച്ച് സാധനമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഇതിൽ 1-2 സാധനം മാത്രം കാണാം അമ്മയ്ക്ക്, ബാക്കിയല്ല എനിക്കാണ്. പിന്നെ ഡാർട്ട് ഗെയിം, ഇത് ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ വില ഇവിടെ 1000 എബോ കിടക്കുന്നതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ഏകദേശം ഒരു 4-4:30 മണിയായി. എന്നിട്ട് പോലും സൂര്യൻ്റെ അഹങ്കാരത്തിന് ഒരൊട്ടും കുറവില്ല. ആ ഒരു സമയത്ത് പോലും നോക്കണേ എന്ത് വെയിലാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ലുലു മാൾ എന്തുമാത്രം വലുതാന്ന് കാണാം. ഇത് തീരാൻ കുറേ സമയം എടുക്കും. അങ്ങനെ വീണ്ടും ഞങ്ങൾ കാഞ്ഞിരംകുളത്തേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ അകത്ത് കയറി സീറ്റ് കിട്ടുന്നത് വരെ ഒരു വെപ്രാളം കേട്ടോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു മത്സരത്തിൽ ജയിച്ചൊരു സന്തോഷവും കാണുന്നു. എന്തായാലും നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഞാൻ കണ്ണ് തുറക്കുമ്പോഴത്തേനും കാഞ്ഞിരംകുളം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അനുമാനിക്കാം. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മാളിലൊന്ന് വാങ്ങിയെന്നൊന്ന് നോക്കി നോക്കാം. കേട്ടാൽ തോന്നും കൊട്ടക്കണക്കിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന്. ഒരു കുഞ്ഞു കവറിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സോ ഇതാണ് നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിലൊന്ന് വാങ്ങിയ കവർ നിറച്ച സാധനങ്ങൾ. ഒരു ചീപ്പ് വാങ്ങിയിട്ടുണ്ട്. ഈ ചീപ്പ് വാങ്ങാനുള്ള കാരണം ചീപ്പല്ല കോമ്പ് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ യൂസ് ചെയ്ത കോമ്പ് കണ്ടില്ലേ, അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്നെ പരിതാപകരമായിട്ട് തോന്നുന്നു. കണ്ട നിറച്ച് പൊടിയാണ്. അപ്പോഴത്തേന് ഇതിന് യൂസ് ചെയ്യണ്ട, അതിന് പകരം ഇത് യൂസ് ചെയ്താകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ സംഭവം ഉള്ളതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഒരു നെയിൽ കട്ടർ, ഇത് അമ്മയ്ക്കാണ്, എനിക്കല്ല.
പിന്നെ ഒരു ഹെയർ ക്ലിപ്പ്, ക്ലാ ക്ലിപ്പ്. ഈ സംഭവം ഇതെനിക്കല്ല, എൻ്റെ അമ്മയ്ക്കാണ്. പിന്നെ ബിന്ദി, പൊട്ട്, ഒരു 3 പൊട്ടൊക്കെ വാങ്ങിച്ചു. നല്ല ഭംഗിയില്ല, ഒരു ഗോപിപ്പൊട്ട്, 2 വട്ടപ്പൊട്ട്. പിന്നെ ഇതും ക്ലാ ക്ലിപ്പാട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോഴത്തേനും എനിക്ക് വാങ്ങാൻ തോന്നി. ഇത് വന്നിട്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആട്ടോ. എനിക്കിങ്ങനത്തെ റിങ് ടൈപ്പ് വരുന്ന സംഭവങ്ങൾ എനിക്ക് നല്ല ചേരുന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു. ഈ വില നോക്കണ്ട, ഇത് 619 രൂപയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ യഥാർത്ഥമായിട്ടും നല്ല ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് കമ്മൽ, സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെയും വിയർ ചെയ്യാം, മനസ്സിലായില്ലേ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഈ സിൽവർ സംഭവം അത് നമുക്ക് മാറ്റിയിട്ട് വേറെ സെപ്പറേറ്റ് വേറെ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ. കണ്ടോ? സത്യം പറഞ്ഞാൽ 2 കമ്മൽ. ഇതും 440, പക്ഷേ ഇല്ല, 50% ഓഫർ ഉണ്ടായിരുന്നു ലുലുവിൽ, അങ്ങനെ വാങ്ങിയതാണ്. അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര വിലയെന്ന് തോന്നും, പക്ഷെ അല്ല, ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന വിലയല്ല. ഇന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നൊരു സാധനം വാങ്ങിച്ചത് തന്നെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു വെറൈറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെറൈറ്റി ഇയറിങ് കാണുന്നത്. എന്തായാലും ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഒരു ചെയിനാണ്, നല്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറൊന്നും പോവില്ല, ഇത് എന്നെങ്കിലും ഇടുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചില്ല. നല്ല ഭംഗിയല്ലേ, നല്ലൊരു ചെയിനും നല്ല മുത്തിൻ്റെ ലോക്കറ്റൊക്കെയുള്ള, പേളിൻ്റെ ലോക്കറ്റൊക്കെയുള്ള നല്ലൊരു ചെയിനാണ്, നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഇടുന്നുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്, ബൈ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.